തന്നെ പഠിക്കട്ടോ, ഉറങ്ങരുതേ. ഉറക്കമേ പോകൂ പോകൂ ഉറക്കമേ പോകൂ, 2 കിലോ ഉരുളക്കേങ്ങ് 2 കിലോ 2 കിലോ ഉരുളക്കേങ്ങ് വാങ്ങണം. ഉറക്കമേ പോകൂ പോകൂ ഉറക്കമേ പോകൂ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. നമ്മൾ യങ്സ്റ്റേഴ്സിന് പുതിയ ട്രെൻഡാണ് ആവശ്യം. പക്ഷേ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാണോ, എല്ലാവർക്കും സുഖാണോ കൂട്ടുകാരെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ്. നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന ക്ലാസ് ആണ്. SCRT 7ാം ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. പുതിയ SCRT സോഷ്യൽ സയൻസും ബേസിക് സയൻസും 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. വരാൻ പോകുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ PSC പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? അളവുകളും യൂണിറ്റുകളും. സിമ്പിൾ ആണെന്ന് വിചാരിക്കേണ്ട. നോക്കൂ, വിജയമന്ത്രം ക്ലാസിന്റെ PDF കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ട് 2 മിക്സ് ചെയ്തിട്ടാണ് നൽകുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ കമന്റ് ഏറ്റവും അവസാനം ഞാൻ ചോദ്യം ചോദിക്കും. കണ്ടോ, അടിപൊളി മനോഹരമായ സ്ലൈഡാണ്. അതെല്ലാം നമ്മൾ പഠിക്കണം. സെറ്റല്ലേ? നിങ്ങൾ കൂടെ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം. ബാക്കി ഞാൻ കാണിക്കുന്നില്ല, ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങളുള്ളൂ, ഇഷ്ടപ്പെട്ട് പഠിക്കാം. പിള്ളേരെ, അളവുകളും യൂണിറ്റുകളും എന്നാണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ? അളവുകളും യൂണിറ്റുകളും ഫിസിക്സിൽ ഉൾപ്പെടുന്ന ഒരു സിലബസിലെ ഭാഗം കൂടിയാണ്. നമുക്ക് അളവുകളെ 2ആയിട്ട് തിരിക്കാം. വേഗം വേഗം ഞാൻ പറയും, വേഗം വേഗം പഠിച്ചു പോവുക. ഓക്കെ, സെറ്റ്. വളരെ കുറച്ച് സമയം കൊണ്ട് അളവുകളെ 2ആയി തിരിക്കാം. ഏതൊക്കെയാണ് അളവുകൾ? നോക്കൂ, എല്ലാവരും പഠിക്കണേ. ബേസിക് യൂണിറ്റ്സ് അഥവാ അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന അളവുകൾ. അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അഥവാ വ്യുൽപ്പന്ന അളവുകൾ അല്ലെ? അതായത് ബേസിക് ആയ ഒരു അളവുകളുണ്ട്, അതിൽ നിന്ന് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്ന അളവുകൾ, അതിനാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അഥവാ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയാം. എന്താണ് അടിസ്ഥാന അളവുകൾ? ചെമ്മ ഒന്ന് വായിക്കാം. ഇതൊന്നും എന്താണ് ചോദിക്കാൻ പോകുന്നില്ല PSC പരീക്ഷ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഇവിടെ എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഏതൊക്കെയാണത്. ഇവിടെ കിലോഗ്രാമും മോളും ഒക്കെ ഉണ്ട്. നോക്കൂ, നമുക്കത് SCRT പറയുന്നൊന്ന് വായിച്ചാലോ. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ 7 എണ്ണം പറയുകയാണ്. ഞാൻ വായിക്കട്ടെ. നീളം, നീളം പഠിച്ചു പോണം, ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. മാസ്, മാസ്. സമയം, നീളം, മാസ്, സമയം. വൈദ്യുത പ്രവാഹ തീവ്രത, വൈദ്യുത പ്രവാഹ തീവ്രത. താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത, പ്രകാശ തീവ്രത. 7 എണ്ണം കിട്ടിയോ? നീളമുണ്ട്, മാസ് ഉണ്ട്, സമയമുണ്ട്, എല്ലാവർക്കും അറിയാം. വൈദ്യുത പ്രവാഹ തീവ്രതയുണ്ട്, പ്രകാശത്തിന്റെ തീവ്രതയുണ്ട്, താപനിലയുണ്ട്, പദാർത്ഥത്തിന്റെ അളവുണ്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് കണ്ണു പൂട്ടിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് പഠിച്ചേ. നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, പ്രകാശ തീവ്രത, താപനിലയുണ്ട്, പദാർത്ഥത്തിന്റെ അളവുമുണ്ട്. സെറ്റ്. ഇതിനെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അടിസ്ഥാന അളവ് എന്താണെന്ന് മനസ്സിലായി. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് എല്ലാ അളവുകളെയും നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ അടിസ്ഥാന അളവുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. നോക്കൂ, അതിന്റെ തുടർച്ചയായിട്ട് SCRT പറയുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ കേട്ടോ. 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം അല്ലെ? നമ്മൾ പറയല്ലേ, അതൊരു ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്ന 2 സ്ഥാനങ്ങൾക്കിടയിലുള്ളത്. എന്നാൽ പരപ്പളവ് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കുള്ള നീളം അല്ലെ, ദൂരം, നീളം നമ്മൾ പറയല്ലേ, അത് ഓക്കെ. എന്നാൽ വിസ്തീർണം അല്ലെങ്കിൽ വ്യാപ്തം, വ്യാപ്തം, ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഈ അളവുകളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആക്ച്വലി ഇപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വിസ്തീർണം, അതിനാണ് പരപ്പളവ് എന്ന് അറിയാം, കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? നീളം വെച്ചിട്ട് കിട്ടാറില്ലേ? അതിലേക്ക് എത്താറുണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന അളവല്ലേ? അളവാണ്.
ക്ലാസ് എടുക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളാണ്. രാവിലെ മുതലേ ക്ലാസ് ആണ്, അതിന് തുടർച്ചയായിട്ടാണ് ഈ റെക്കോർഡ് എടുക്കുന്നത്. അതുകൊണ്ടാട്ടോ നാവ് കടിച്ചു പോയി. സാരല്ല, നാവല്ല ചുണ്ട് മുറിഞ്ഞ് സാരല്ല. അപ്പം നിങ്ങൾക്ക് അളവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ, ഉറങ്ങരുത്. അപ്പൊ അളവുകൾ എന്ന് പറയുമ്പോൾ എന്താന്നൊക്കെ മനസ്സിലായാലും നിങ്ങൾക്ക് പിള്ളേരെ. അപ്പൊ അടിസ്ഥാന അളവിൽ നിന്നും നമുക്ക് എന്താക്കിയെടുക്കാം? പുതിയ അളവുകൾ ഉണ്ടാക്കിയെടുക്കാന്നാ പറയുന്നത് കേട്ടോ. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പം പരപ്പളവ് അല്ലെങ്കിൽ വ്യാപ്തം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നാ പറയുന്നത് കേട്ടോ. അളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് ഇത്തരം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് പരപ്പളവ് അല്ലെങ്കിൽ വ്യാപ്തം ഇതൊക്കെ നമ്മൾ പിന്നീട് അടിസ്ഥാന അളവിൽ നിന്ന് ഉപയോഗിച്ച് കണ്ടെത്തുന്നല്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയും കേട്ടോ. വ്യുൽപ്പന്ന അളവ്, ഉൽപ്പന്നല്ലേ വ്യുൽപ്പന്നം. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. സെറ്റ്. അവിടെ മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്. ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 14.2 kg, കിലോഗ്രാം. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും, അതായത് കിലോഗ്രാം അല്ലെ, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇത്ര kg വെയിറ്റ് അല്ലെ, അത് നമുക്ക് കിലോഗ്രാം ആണെന്ന് മനസ്സിലാവും. അപ്പൊ അത്തരത്തില് നമ്മൾ ഇതിനെയൊക്കെ ഓരോരോ യൂണിറ്റ് വെച്ചിട്ട് ഇങ്ങനെ സൂചിപ്പിക്കും. അതിനെക്കുറിച്ചാണ് CRT പറയുന്നത്. ഇനി അതിനു മുമ്പ് വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. പരപ്പളവ് ഞാൻ മാറ്റി എഴുതിയാണ്. അതായത് നീളം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന അളവുണ്ട്, അതിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. പരപ്പളവിന്റെ യൂണിറ്റ് എന്താണ്? നീളത്തിന്റെ മീറ്റർ ആണെങ്കിൽ m² ആണ്, മീറ്റർ സ്ക്വയർ ആണ് അല്ലെ പരപ്പളവ്. ഓക്കെ. അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെ. ഒരുപാടുണ്ട്. ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, പ്രഷർ, ഫോഴ്സ്, എനർജി, ഇതെല്ലാം നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്ന ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ 7 എണ്ണമാണ് അടിസ്ഥാന അളവുകൾ. ഒന്നുകൂടി ആലോചിക്കേ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പറയുന്ന നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. അപ്പൊ അതിന് കാരണം ഓരോ സ്ഥലത്ത് ഓരോന്നായി കഴിഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. അതിനെ നമ്മൾ അന്താരാഷ്ട്ര ഇത്തരത്തിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ചുരുക്കെഴുത്താണ് SI. എന്താണ് SI യൂണിറ്റ് എന്ന് മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് SI യൂണിറ്റ്. ഈ പറയുന്ന നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് എന്താണ്? സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മുമ്പൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഉണ്ട്. അപ്പൊ SI എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ചുരുക്കത്താണ് SI കേട്ടോ. ഓക്കെ. അപ്പൊ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങൾ നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് മനസ്സിലായോ? ഇപ്പോ ജപ്പാനിൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് വിചാരിക്കാം, അതല്ല ഇന്ത്യയിൽ. അപ്പം നമ്മളൊരു സാധനം ജപ്പാനിൽ നിന്നൊരു പകുതി ഉണ്ടാക്കിയിട്ട് ബാക്കി പകുതി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വെച്ച് നടക്കുമോ? അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഒരേ അളവ് വേണ്ടേ? അപ്പം ലോകം മൊത്തം അങ്ങനെ കൃത്യമായിട്ട് ഒരേ അളവിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാനൊന്ന് വായിക്കട്ടെ. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ കിലോഗ്രാം എന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഗ്രാം എന്ന് പറയാറുണ്ട്. നിങ്ങൾ മീറ്റർ എന്ന് പറയാറുണ്ട്, നിങ്ങൾ കിലോമീറ്റർ എന്ന് പറയാറുണ്ട്, സെന്റിമീറ്റർ എന്ന് പറയാറുണ്ട്, മില്ലിമീറ്റർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ എന്താണ്? യൂണിറ്റ് ആണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം കിലോമീറ്റർ നീളത്തിനല്ലേ, മില്ലിമീറ്റർ നീളത്തിനല്ലേ. അപ്പൊ ഭൗതിക അളവായ നീളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഉപയോഗിക്കുക. ചെറിയ കാര്യം പറയാം, മില്ലിമീറ്റർ സെന്റിമീറ്റർ ഒക്കെ പറയും. നമ്മൾ റോഡ് അല്ലെങ്കിൽ ട്രെയിന് ഇത്ര കിലോമീറ്റർ അല്ലെ ഇത്ര മില്ലിമീറ്റർ ഇത്ര സെന്റിമീറ്റർ എന്നാണ് പറയുക? അല്ല, മില്ലിമീറ്റർ സെന്റിമീറ്റർ പറയില്ല, നമ്മൾ കിലോമീറ്റർ. അപ്പൊ അതാണ് ആ കൺസെപ്റ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. ഒരേ ഭൗതിക അളവുകൾ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾക്ക് ആവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഭൗതിക അളവ്? ഈ പറഞ്ഞ നീളം അല്ലെ, സമയം, ഇതൊക്കെയാണോ ഉദ്ദേശിച്ചത്? അപ്പൊ അതിനെക്കുറിച്ചുള്ള ചില പരീക്ഷണങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. SI യൂണിറ്റ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച്. നീളത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇതിന്റെ പ്രതീകം M ആണെന്ന് പഠിച്ചു വെക്കുക. ഒരിക്കലും കിലോമീറ്റർ അല്ല, സെന്റിമീറ്റർ അല്ല, നീളത്തിൻ്റെത് മീറ്റർ. അപ്പൊ അവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ടാകും കേട്ടോ. ഇത്രയും മനോഹരമായ CRT ഒക്കെ കണക്ഷൻ ഫാക്ട് ഒക്കെ ഉപയോഗിച്ചുള്ള PDF നിങ്ങൾക്ക് കിട്ടും. ഇവിടെ PYQ ഞാൻ ഉൾപ്പെടുത്താത്ത ഈ ക്ലാസ് ഓൾറെഡി നീണ്ടു പോകുന്നതുകൊണ്ടാണ്. അത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് PSC പരീക്ഷകൾ ആവർത്തി ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചാൽ മതി, പിന്നെ PYQ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി മാർക്ക് കിട്ടും കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാടാ മക്കളെ?
100 സെന്റിമീറ്റർ ആണ്. എല്ലാവർക്കും അറിയാം, 1 മീറ്റർ 100 സെന്റിമീറ്റർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ മക്കളെ? 10 മില്ലിമീറ്റർ. നിങ്ങൾ സ്കെയിൽ കാണാറില്ലേ? നിങ്ങൾ സ്കെയിൽ നോക്കിയാൽ മതി. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും മനസ്സിലായി നിങ്ങൾക്ക് 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചാലോ എങ്ങനെ കിട്ടും? ആ 100 ആണ് മീറ്റർ സെന്റിമീറ്റർ. അപ്പോൾ 1 സെന്റിമീറ്റർ 10 × 100 എത്രയായിരിക്കും? എടാ 10 × 100 അല്ലേ വരിക? 1000 അല്ലേ? ഒരു 0 എടുത്താൽ പോരെ? 1000. അപ്പോൾ 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആയിട്ട് 100 × 10 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ മീറ്ററും കിലോമീറ്ററും ഒക്കെ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ സെന്റിമീറ്റർ ഒക്കെ പഠിച്ചു. ഈ ഒരു ഇത് വെച്ചിട്ടാണോ നമ്മൾ സൂര്യനിലേക്ക് കടക്കുക? നമ്മുടെ തൊട്ടടുത്ത് 200 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ ഒക്കെ നമുക്ക് പറയാം, രാജ്യങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കിടയിലൊക്കെ ജില്ലകൾക്കിടയിലൊക്കെ. പക്ഷേ നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുമ്പം സൂര്യൻ, ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്ന് പറയും. എന്ത് പറയും? AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് ഒരു AU. അപ്പൊ എത്രയാണ് ഒരു AU എന്ന് വെച്ചാൽ? AU ആണ്. AU 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അതും പഠിച്ചു വെക്കണം. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ലാലേട്ടൻ സിനിമ പറഞ്ഞാല് ഇതാ ഒരു സെക്കൻഡോട് 3 ലക്ഷം കിലോമീറ്റർ പോയിട്ടാവും. നിങ്ങളൊരു 2000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എവിടെ എത്തി? നമ്മുടെ ഇന്ത്യയിൽ അല്ലേ? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം 3 ലക്ഷം കിലോമീറ്റർ ആണ് ഈ ഒരു സെക്കൻഡ് കൊണ്ട് പ്രകാശം സഞ്ചരിക്കുക. അങ്ങനെയുള്ള പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും? പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ പ്രകാശവർഷം കിട്ടി, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കിട്ടി. മാസിന്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാം. എൻ്റെ തൊട്ട് പിറകിലാണ്, നിങ്ങൾക്ക് കാണാൻ സാധ്യതയില്ല. ഞാൻ വായിക്കുമ്പോൾ കേൾക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ 7 അടിസ്ഥാന അളവുകൾ പറഞ്ഞു അല്ലേ? അതിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നീളത്തെ നമുക്ക് മീറ്ററിൽ വേണമെങ്കിൽ കിലോമീറ്ററിൽ വേണമെങ്കിൽ പറയാലോ. അപ്പൊ അത്തരത്തിലുള്ള യൂണിറ്റ് വെച്ചുകൊണ്ട് ലോകത്ത് ചില പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന 3 രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് ലോകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് CGS സിസ്റ്റം, CGS ബൈ ഹാർട്ട് പഠിച്ചേക്കുക. ഒന്ന് FPS സിസ്റ്റം, മറ്റൊന്ന് MK സിസ്റ്റം. ഇപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന SI സിസ്റ്റം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് കൂടാതെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുക. ഏതൊക്കെയാണത്? ഈ പറയുന്ന സെന്റിമീറ്റർ, നീളത്തിന്റെ കേസിൽ വരുമ്പോൾ സെന്റിമീറ്റർ, മാസിന്റെ കേസിൽ വരുമ്പോൾ ഗ്രാം, നമ്മുടെ ഈ പറയുന്ന സമയത്തിന്റെ കേസിൽ വരുമ്പോൾ സെക്കൻഡ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CGS, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. CGS ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഓക്കെ, CGS സെന്റിമീറ്റർ, ഗ്രാം. CGS ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. സെന്റിമീറ്റർ, അതുപോലെ തന്നെ ഗ്രാം, സെക്കൻഡ്, CGS. ഇനി FPS, അവിടെ നിങ്ങൾ പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഫൂട്ട്, നീളത്തിന്റെ കേസിൽ ഫൂട്ട്. പൗണ്ട് ശ്രദ്ധിക്കണം. ഈ പറയുന്ന വെയിറ്റ് പൗണ്ടിലാണ് പറയുക. ഓക്കെ, മറ്റേത് ഗ്രാമും കിലോഗ്രാമും അല്ല, പൗണ്ട്. സമയം സെക്കൻഡ് തന്നെ, സമയത്തിനകത്ത് ഒരു മാറ്റവും. അപ്പൊ CGS കഴിഞ്ഞാൽ FPS, രണ്ടിലും S ഉണ്ട്, സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ CGS CGS സിസ്റ്റം എന്താണ്? FPS സിസ്റ്റം എന്താണ്? ഇനി നോക്കൂ, MKS മീറ്റർ നീളത്തിൻ്റെത്, കിലോഗ്രാം വെയിറ്റിൻ്റെത്, സെക്കൻഡ്. അപ്പൊ MKS സിസ്റ്റം അല്ലെ? MKS സിസ്റ്റം. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു PDF ഞാൻ കൊടുത്താണ്. മക്കളെ, SI സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ MKS CGS FPS അല്ല, SI സമ്പ്രദായം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. MKS സമ്പ്രദായത്തിൽ ഒരു പരിഷ്കരിച്ച രൂപമാണ്. കാരണം MKS സമ്പ്രദായത്തിൽ എന്താണുള്ളത്? സെയിം അല്ലേ? അതുപോലെ നമ്മൾ നോക്കും, മാസ് ഉണ്ട്, അതുപോലെ മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കിലോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഉണ്ട്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, അതാണ് MKS. അപ്പൊ അത് തന്നെയാണ് ആക്ച്വലി SI യൂണിറ്റിലും എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI. നമ്മൾ CRT പഠിച്ചു. SI സമ്പ്രദായത്തിലെ അളവുകളുടെ അടിസ്ഥാനമായിട്ടുള്ള അളവുകളുടെ എണ്ണം 7 ആണ്. മറന്നു പോകണ്ട.
SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നോക്കൂ, ഇതൊരു ഏകീകൃത യൂണിറ്റുകളാണ് ഈ SI യൂണിറ്റുകൾ. ലോകം മൊത്തം അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റു അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. അല്ലെ, നമ്മൾ നേരത്തെ പരപ്പളവ് പറഞ്ഞില്ലേ, മീറ്റർ സ്ക്വയർ. അപ്പൊ മീറ്റർ ആണ് ഈ പറയുന്ന നീളത്തിനെങ്കിൽ മീറ്റർ സ്ക്വയർ പരപ്പളവ്. ഇനി നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് അടിസ്ഥാന അളവുകളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അപ്പൊ വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, kg എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ എഴുതാൻ പറ്റുമോ? 1.5 കിലോഗ്രാം, 1.5 വലിയ ക്യാപിറ്റൽ എഴുതാൻ പറ്റുമോ? ഇല്ല, അത് ചെറുതാക്കി എഴുതണം. അതുപോലെ തന്നെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചൊക്കെ SCRT പറയുന്നുണ്ട്, നമ്മൾ വായിച്ചു നോക്കുക കേട്ടോ. നീളം, ലെങ്ത് പഠിച്ചു പോകണം. മീറ്റർ, വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബേസിക് കാര്യ. മാസ് അല്ലേ, കിലോഗ്രാം ആണ്, ഗ്രാം അല്ല. അവിടെ മീറ്റർ ആണെന്ന് കരുതി ഗ്രാം എഴുതരുത്, കിലോഗ്രാം ആണ് മാസ്. സമയം പിന്നെ എല്ലാവർക്കും അറിയാം, സെക്കൻഡ് ആണ്. താപനില, ടെമ്പറേച്ചർ, കെൽവിൻ കെൽവിൻ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട് അല്ലേ. താപനില കെൽവിൻ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ്. കറണ്ട് അല്ലേ, ആംബിയർ 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 ആണ്, ആംബിയർ ആണ് കറണ്ട്. പ്രകാശ തീവ്രത, ലൂമിനസ് ഇന്റൻസിറ്റി, കാൻഡില, പ്രകാശം. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ നമ്മൾ അല്ലേ കണ്ടിട്ടില്ലേ? ഇപ്പൊ കാൻഡിൽ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചു വെക്കുന്നു. പ്രകാശ തീവ്രത, ചെറിയൊരു തീവ്രതയുണ്ട്. പ്രകാശ തീവ്രത കാൻഡില, CD ആംബിയർ A, കെൽവിൻ K, സെക്കൻഡ് S, കിലോഗ്രാം kg, മീറ്റർ M. അവസാനം ഇതിന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, മോൾ, പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് മോൾ? അപ്പൊ ഇവിടെ SCRT ചെറിയൊരു കാര്യം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ നമ്മൾ എന്ത് വിളിക്കും? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും കേട്ടോ. ഇപ്പൊ അടിസ്ഥാന യൂണിറ്റുകൾ നമ്മൾ വിശദമായി പഠിച്ചതുകൊണ്ട് അതിതാ ഇവിടെ SCRTയിൽ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ SCRT പഠിക്കുക. നീളം, മാസ്, സമയം, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത. ഇത്രയും തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അടിസ്ഥാന യൂണിറ്റുകളാണ് ഈ പറയുന്ന അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ കേട്ടോ. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സർവ്വദേശീയ അംഗീകാരം നൽകി. അപ്പൊ ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകളും ഓരോ യൂണിറ്റുകളാണ്. ഓരോ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ 1960 ഈ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. 1960 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ kg എന്ന് വിളിക്കും. അപ്പൊ മാസിന്റെ മറ്റ് യൂണിറ്റുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മില്ലിഗ്രാം, ഗ്രാം എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഗ്രാം എന്താ നിങ്ങൾക്കറിയാം? ഈ പറഞ്ഞാൽ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. 1000 ഗ്രാം അല്ലേ. ഇപ്പൊ 100 ഗ്രാം, 200 ഗ്രാം നിങ്ങൾ പഞ്ചസാരൊക്കെ വാങ്ങാറില്ലേ? 500 ഗ്രാം പഞ്ചസാര. അപ്പൊ അതുപോലെ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1000 മില്ലിഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാം ആണ്. പഠിച്ചു വെക്കുക. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എങ്കിൽ 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം എന്നത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അറിയുന്നതാണ്, പഠിച്ചു വെക്കുക. ഇനി ചില ഡിറൈവ്ഡ് യൂണിറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞത് അടിസ്ഥാന അളവുകളല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി PSC സ്ഥിരം ചോദിക്കുന്ന ചില അളവുകളും അവയുടെ യൂണിറ്റുകളും പഠിക്കുകയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട യൂണിറ്റുകൾ: പ്രവൃത്തി, ഊർജം, താപോർജം. റിപ്പീറ്റ് ചോദ്യമാണ് ഈ ഒരു സ്ലൈഡ് PDF-നകത്തുള്ള എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രവൃത്തി, ഊർജം, താപം അല്ലെ. താപോർജം, ഊർജം, പ്രവൃത്തി. ജൂൾ 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 ജൂൾ. പവർ, വാട്ട്. ഏതൊരു സിനിമയിൽ ആരോ ഡയലോഗ് ഉണ്ട് അല്ലെ, പവർ അങ്ങ് ചോദിക്കുമ്പോൾ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വാവ് ശരി എന്ന് പറയും. അതുപോലെ പവർ, വാട്ട്, പവർ, വാട്ട്. മർദ്ദം, പാസ്കലാണ്. മർദ്ദം പാസ്കലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ, അതുകൊണ്ട് ഞാൻ വേഗം പറയുന്നത്. കപ്പാസിറ്റൻസ്, ഫാരഡ് ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്കിൾ ഫാരഡെ കേട്ടുക്കോ നിങ്ങൾ. അദ്ദേഹത്തെ ഫിസിക്സിലെ ഏറ്റവും അറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞനല്ലേടാ അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ആലോചിച്ച് വെക്കുക, ഫാരഡെ നല്ല കപ്പാസിറ്റി ഉണ്ട്. ഫാരഡെ നല്ല കപ്പാസിറ്റി കേട്ടോ. ഫാരഡെ കപ്പാസിറ്റൻസ്. ഇൻഡക്റ്റൻസ്, ഒരകത്തേക്ക് നമ്മൾ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി മേ കമിൻ സർ എന്ന് ചോദിക്കാല്ലേ. ഇൻ എൻട്രി ചെയ്യാൻ വേണ്ടി ഹെൻറി. കപ്പാസിറ്റി ഫാരഡ്. ഇല്ലുമിനൻസ് ലെക്സ് ആണ്. ഇല്ലുമിനാട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഇല്ലുമിനൻസ് ലെക്സ് ആണ്. ഇല്ലുമിനൻസ് ലെക്സ് ആണ്. വൈദ്യുത ചാർജ് കൂളോം. ചാർജ് ഇത് തെറ്റിപ്പോവും. ചാർജ് എന്ന് കേട്ടാൽ കൂളോം, കുളമല്ല കൂളോം അല്ലേ. എന്നാൽ വൈദ്യുതിയുടെ ചാലകത എന്ന് കേട്ടാൽ അത് സീമെൻസ്. ചാലകത
സീമയല്ല, സീമെൻസ്. ചാർജ് കൂളോം, ചാർജ് കൂളോം, ചാർജ് കൂളോം. വൈദ്യുത ചാലകത സീമെൻസ്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസമോ? അത് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ആണ്. ഇനി റെസിസ്റ്റൻസോ? ഓം. അവിടെ തരംഗ ദൈർഘ്യം ആങ്സ്ട്രോം ആണ്. തരംഗ ദൈർഘ്യം ബൈഹാർട്ട് പഠിക്കുക. തരംഗ ദൈർഘ്യം ആങ്സ്ട്രോം ആണ്. ആവൃത്തി ഹെഡ്സ് ആണ്. ആവൃത്തിയുടേത് ഹെഡ്സ്, തരംഗ ദൈർഘ്യം ആങ്സ്ട്രോം. ശബ്ദ തീവ്രത ഡെസിബൽ, ബലത്തിൻ്റെത് ന്യൂട്ടൺ, ലെൻസിന്റെ പവർ ഡയോപ്റ്റർ, കാന്തിക ഫ്ലക്സ് വെബർ, കാന്തിക ഫ്ലക്സ് വെബർ, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രതയാണ് ടെസ്ല. ഇതൊരു വെറൈറ്റി ആണ്. കാന്തിക ഫ്ലക്സ് വെബർ ആണെങ്കിൽ അതിന്റെ സാന്ദ്രത ടെസ്ലയാണ്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷമാണ്. തരംഗദൈർഘ്യം ആങ്സ്ട്രോം, ആവൃത്തി ഹെഡ്സ്, ആവൃത്തിക്ക് ഹെഡ്സ്, അങ്ങനെ ആലോചിക്കുക. ശബ്ദ തീവ്രത ഡെസിബൽ ആലോചിക്കുക. ബലം ന്യൂട്രൺ ആലോചിക്കുക. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ആലോചിക്കുക. കാന്തിക ഫ്ലക്സ് വെബർ, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പോയിസ് ആട്ടോ. അധികം ആളുകൾ കിട്ടാതാണ് പോയിസ്. വിസ്കോസിറ്റി പോയിസ്. റേഡിയോ ആക്ടിവിറ്റി കേൾക്കുമ്പോൾ ബെക്കറലും ക്യൂറിയും റൂദർഫോർഡുമാണ് റേഡിയോ ആക്ടിവിറ്റി. ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചു അല്ലെ? റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് കേൾക്കുമ്പോൾ ഓം മീറ്റർ. റെസിസ്റ്റൻസ് ഓം ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. തിളക്കം ലാംബർട്ട് ആണ്. തിളക്കം അല്ലെ? നല്ല വെളിച്ചം ഒരു ലാമ്പ് കത്തിച്ച് വെച്ചാൽ ആലോചിക്കുക. ലാംബർട്ട്. പ്രതലബലം ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. പ്രതലബലം ബലം ന്യൂട്ടൺ ആണെങ്കിൽ പ്രതലബലം ന്യൂട്ടൺ പെർ മീറ്റർ. ആ ഒരു മീറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുണ്ടാകുന്ന ന്യൂട്ടൺ കേട്ടോ. ഇനി യന്ത്രങ്ങളുടെ പവർ, കുതിരശക്തി, HP നമ്മൾ പറയാറില്ലേ? ഒരു HP എന്ന് പറഞ്ഞാൽ എത്രയാണത്? ബൈഹാർട്ട് പഠിച്ചോ. ദ സ്റ്റാർ ഇട്ട് വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു HP 746 ആണ്. പവർ വാട്ട്, പവർ അല്ലേ? അപ്പൊ 746 വാട്ടാണ് ഒരു HP എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ചില യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മാസിന്റെ യൂണിറ്റുകൾ, ഇപ്പൊ കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം നേരത്തെ പറഞ്ഞില്ലേ? അതിന്റെ തുടർച്ചയായിട്ട് രസിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊന്ന് പറയാം. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാണ് ആക്ച്വലി ഒരു കിലോഗ്രാം? 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 മില്ലിഗ്രാം ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1000 × 1000, 3 പൂജ്യം വേണ്ടേ? 1 2 3 4 5. അപ്പൊ അത്രയും പൂജ്യം, 6 പൂജ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതാണ് മില്ലിഗ്രാം ഒരു കിലോഗ്രാമിൻ്റെത്. ഇനി ഒരു കിലോഗ്രാം 1000 ഗ്രാം നമുക്കറിയാം. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാറില്ലേ? ഒരു കിൻഡൽ ചാക്ക് അരി നമ്മൾ ഇതാ ഇട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഇട്ടു മീൻസ് കല്യാണ വീടുകളിലൊക്കെ അല്ലേ? ഒരു ചാക്ക് അരി, 2 ചാക്ക് അരിയുടെ 2 കിൻഡൽ ചോറാണ് വെച്ചത്, അരിയാണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അത്തരത്തിൽ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോ. നമ്മുടെ ചുറ്റുപാടൊന്നും ഒരു കിൻഡലൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. ഓനൊരു കിൻഡലുണ്ട് വെയിറ്റ് അല്ലേ? ഓൻ്റെ വെയിറ്റ് ഒരു കിൻഡൽ ചങ്ങാതിയാണോ അങ്ങനെയൊക്കെ പറയും. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കിലോ. എന്നാൽ ടണ്ണ് കണക്കിന് നമ്മൾ പറയാറ് വലിയ സാധനങ്ങളാണ്. വലിയ സാധനം പറഞ്ഞാൽ 1000 കിലോ ഉള്ള സാധനങ്ങൾ. ടണ്ണ് കണക്കിന് ലോഡ് ഇറക്കി അല്ലേ? ഇപ്പൊ ടണ്ണെന്ന് കേട്ടാൽ 1000 കിലോ ആണ്. മറ്റേത് 100 കിലോ ആണ്. കിൻഡല് ടണ്ണ് 1000 കിലോ. മറന്നു പോകണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിറൈവ്ഡ് യൂണിറ്റ്സ് പെട്ടതാണ് വ്യാപ്തം. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. കണ്ടോ? അതായത് m³ എന്ന പ്രതി ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. m³ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. അപ്പൊ സാന്ദ്രത എന്ന് പറഞ്ഞാല് മാസ് ബൈ വ്യാപ്തമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റി എഴുതിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക PDF. അതിനിടയിൽ എക്സ്ട്രാ 2-3 പോയിന്റ് പറയാം. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിച്ചു വെക്കുക. 1.6093 കിലോമീറ്റർ ആണ് ഒരു മൈൽ. 1.609 കേട്ടോ. ഒരു മൈൽ 1.609. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 1000 അല്ല 100 കിലോ ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ 1852. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ 1853 ട്രെയിൻ ഓടി തുടങ്ങി എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ടെലഗ്രാഫ് 1851 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് 1852 സ്റ്റാമ്പ്. അപ്പൊ ആ ഒരു വർഷം നോട്ടിക്കൽ മൈൽ, നോട്ട് ബുക്കിനകത്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് വെക്കാറുണ്ട്. നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. അപ്പൊ സ്റ്റാമ്പ് ഇന്ത്യയിൽ ആദ്യമായി വന്നത് 1852 നോട്ട് ബുക്കിൽ നമ്മൾ സ്റ്റാമ്പ് ഒട്ടിച്ച് വെക്കാൻ അല്ലെങ്കിൽ നോട്ടിക്കൽ മൈൽ കേൾക്കുമ്പോൾ 1.852. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ വ്യോമ നാവിക മേഖലയിൽ ഉപയോഗിക്കുന്ന കേട്ടോ. കൂട്ടത്തിൽ പെടാതെ കണ്ടുപിടിക്കുക. ഞാൻ നമ്പർ ഇടാം, നിങ്ങൾ നമ്പർ അനുസരിച്ച് പറയണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 1. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത ആരെന്ന് നിങ്ങൾ പറയാം. 2, 3,
ചോദ്യം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഒന്നിട്ട് നോക്കുക, കിട്ടുന്നു നോക്കുക, ചോദ്യം വായിച്ചിട്ട് കൂടുതൽ പെടാതെ കേട്ടോ. അടുത്തത് 4ാമത്തെ ചോദ്യം. മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ നിങ്ങൾ എഴുതുക. ആരോഹണ ക്രമം A ആണോ, C ആണോ, D ആണോ, B ആണോ ഒക്കെ. അപ്പൊ ഈ ക്ലാസ് പൊതുവെ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും കുറച്ച് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർ തൽക്കാലം ഞാൻ പറഞ്ഞ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് സെറ്റാക്കി വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത SCERT ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.